എന്താ ചെയ്യല്ലേ, ഒരു വിമാനത്തിൽ കയറാൻ കൂടി പറ്റാതെ പോയ പിണറായി വിജയനെ കുറിച്ച് ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ ഈ പിണറായിനെ കുറ്റം പറയുന്നത് എങ്ങനെ കുറ്റം പറയാതിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കുപ്പിയിൽ ചെളിവെള്ളം, ഈ റോഡ് സൈഡിൽ നിന്നെടുത്ത് ചെളിവെള്ളം കുപ്പിയിലാക്കി കണ്ട് വന്നൊരു പിണറായി എന്ന് പറയുന്ന ഒരു ഹാസ്യ കഥാപാത്രം സിനിമയിൽ പോലും ഉണ്ടാവില്ല കേട്ടോ. സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു ഹാസ്യ കഥാപാത്രം ഉണ്ടാവില്ല. അതായത് ഈ എന്താ പറയുക, ജലബീരങ്കിയിൽ നിന്ന് അടിച്ച വെള്ളം ഈ മാലിന്യം കലർന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പൊട്ട സഖാവ് ഈ റോഡ് സൈഡിൽ നിന്ന് ചെളിവെള്ളം കുപ്പിയിലാക്കി കൊടുത്തിട്ട് ഉളുപ്പും മാനില്ലാതെ ആ ചെളിവെള്ളം കൊണ്ടും കണ്ട് കയറി വന്ന് കണ്ട് ഇതാ സാർ ചെളിവെള്ളം, ഇതാണ് ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ സഖാക്കളുടെ മേലേക്ക് ചീറ്റിപ്പിച്ചത് എന്ന് പറയുന്ന പിണറായിയെ എന്താ വിശേഷിപ്പിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് ഇൻഡിഗോ വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് 2:50 വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഡൽഹി വിമാനത്താവളത്തിൽ 2 മണിക്ക് എത്തിയിട്ട് ലോഞ്ചിൽ കിടന്നുറങ്ങിപ്പോയ പിണറായി വിജയൻ അവസാനത എന്താ പറയുക, പ്രോട്ടോകോൾ ഓഫീസർക്ക് സസ്പെൻഷൻ. പിണറായി വിജയൻ അത്യാവശ്യം മാന്യനാണ് ചെയ്യേണ്ടത്, ആ സസ്പെൻഷൻ പിൻവലിക്കപ്പെടാം. നിങ്ങളെ തകരാറിന് എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ പോയി കയറുക എന്നുള്ളത് യാത്രക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. ആ വിമാനത്തിൽ ബാക്കി എല്ലാവരും കയറിപ്പോയല്ലോ. ആ വിമാനത്തിൽ ബാക്കി എല്ലാ യാത്രക്കാരും കയറിപ്പോയി. ഈ VIP പരിഗണനയുള്ള പിണറായി വിജയനെ മാത്രം കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ വിമാനത്താവളത്തിലുള്ള ആൾക്കാരും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും കേട്ടോ. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രശാന്തും തന്ത്രിയും പ്രതിയാണപ്പാ എന്നാ പറയുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും തന്ത്രി കണ്ഠരര് രാജീവർക്കും പങ്കെന്ന് SIT. അതായത് അറിയാലോ, ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിള പടിയും വാതിൽ പാളികളും അത് മുഴുവനും 2019 ഇത് സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. ചെമ്പുപാളികളാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പൊതിഞ്ഞ പാളികളൊക്കെ അടിച്ചു മാറ്റി പകരം സ്വർണം പൂശി കൊണ്ടുവന്നു 2019. അത് കഴിഞ്ഞിട്ട് 2025 വീണ്ടും ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് 2019 സ്വർണം പൂശിയപ്പോൾ ഇതിന് 40 വർഷത്തെ ഗ്യാരണ്ടി, ഇത് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവരാണ് പൂശിയത്. അവർ 40 വർഷത്തെ ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് 5-6 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 2025 പോകുന്നത്. 2025 സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോഴത്തേക്ക് ഇത് ഒക്കെ ഇതിന്റെ ശോഭ മങ്ങിയത്രേ, ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതായത് ഈ ഇപ്പോഴുള്ള പ്രശാന്തും കൂട്ടരും ഇത് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2019 സ്വർണ്ണക്കൊള്ളക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് CPMന്റെ പത്മകുമാർ, മുൻ പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ, പിന്നെ വാസു. ഈ 2 മുൻ പ്രസിഡന്റുമാരാണ് 2019 സ്വർണ്ണക്കൊള്ളക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇപ്പോഴിതാ 2025 മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിൽ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, വാസു, പത്മകുമാർ, ഇപ്പോഴിതാ PS പ്രശാന്തും, അങ്ങനെ 3 പേരും ഇതിൽ പ്രതികളാകാൻ പോകുന്നു. നേരത്തെ 2 പേര് പ്രതികളായി, ഇപ്പോൾ പ്രശാന്ത് പ്രതിയാവാൻ വേണ്ടി പോകുകയാണ്. ആ തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. നമുക്കൊക്കെ അറിയാം, ഈ വെറും ദേവസ്വം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സാധനം നടക്കുമോ? ഇതപ്പോൾ മന്ത്രി ഇതൊന്നും അറിയില്ലേ? അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തത്? SITയെ ചവിട്ടിക്കൂട്ടിയത്. മതി, നിങ്ങളുടെ അന്വേഷണം അവിടെ വരെ മതി എന്ന് പറഞ്ഞാൽ കടകംപള്ളിയിലേക്ക് നിങ്ങൾ പോകണ്ട എന്ന് പിണറായി വിജയന്റെ ഓഫീസ് കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് SIT ആകെ മന്ദീഭവിച്ചത്. SITയുടെ അന്വേഷണം പിന്നെ ഒരു വഴിപാട് പോലെ, ഒരു ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് SIT സ്വർണ്ണ കൊടിമരത്തിലേക്ക് അന്വേഷിക്കാൻ പോയി. സ്വർണ്ണ കൊടിമരത്തിൽ വൻ കൊള്ള നടന്നു എന്ന് പറഞ്ഞു. അത് അക്കാലത്ത് കോൺഗ്രസ് ഭരണസമിതിയായിരുന്നു. കോൺഗ്രസ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ പറഞ്ഞു സ്വർണ്ണ കൊടിമരത്തിൽ ഒരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല. അതോടുകൂടി ആ ഒരു പ്രതീക്ഷയും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ കൂടി ഇതിൽ അകത്താക്കണം. അപ്പോഴാണ് ഈ പാവം തന്ത്രിയെ കൂടി അകത്താക്കി കഴിഞ്ഞാൽ BJPക്കാരുടെ വായ മൂടിക്കെട്ടാം,
ഭക്തന്മാരുടെ വായം മൂടിക്കെട്ടാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്ത്രിയും ഇതിൽ ഭാഗവാക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തന്ത്രിയെ ഇതിൽ പ്രതിയാക്കി ആദ്യത്തെ കേസിലാണ്. പക്ഷെ കോടതി തന്ത്രിയെ ഈ എന്താ പറയാ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് തന്ത്രിക്ക് ഒരു നേരിയ ഒരു സംശയത്തിന്റെ മുന പോലും തന്ത്രിയുടെ കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. ആ തന്ത്രിയാണ് ഇപ്പം വീണ്ടും പ്രതിയാക്കിയത്. കാരണം ഇവര് ബാലൻസ് ഒപ്പിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കുറെ ഭക്തജന സംഘമാണ് ഈ SIT യിലുള്ളത്. അതാണ് ഇതിന്റെ ഒക്കെ ഒരു ഈ പോക്കിന്റെ ഒരു സൂചന. പക്ഷേ വളരെ കർശനമായ ഇടപെടൽ പുതിയ ദേവസ്വം മന്ത്രി മുരളീധരന്റെ ഭാഗത്ത് നിന്നുണ്ടായി, മുഖ്യമന്ത്രി സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്തത്, ഇവരുടെ ഈ പ്രവർത്തനം ഊർജിതമായത്. അതിന്റെ ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ഹർജിയുണ്ട്. ആ ഹർജി അടുത്ത മാസം ജൂലൈ മാസം 23-ാം തീയതിയാണ് തോന്നുന്നു. ജൂലൈ മാസം 23-ാം തീയതി അത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ CBI അന്വേഷണം വരണം. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്തും അയച്ചിട്ടുണ്ട്. കാരണം ഇത് CBIക്ക് വിടണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള ഗൂഢാലോചനകളും ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര സ്വർണ്ണ കൊള്ള പോലും ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം ആയിരുന്നില്ല SIT നടത്തിയത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഏക ഒരു ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ PS പ്രശാന്തും പിടിയിലായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ കടകംപള്ളിയിലേക്ക് പോയിരുന്നത് പോലെ വാസവനിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ SIT പോകുമോ എന്ന് സംശയമാണ്. കാരണം SIT നേരത്തെ പറഞ്ഞ പോലെ പിണറായിയുടെ വിനീത ദാസ്യന്മാർ അടങ്ങിയ SIT വാസവനെ പിടിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ CBI വന്നാൽ കടകംപള്ളിയും പിടിയിലാവും, വാസവനും പിടിയിലാവും, ഒരു സംശയമില്ല. കാരണം ദേവസ്വം മന്ത്രിമാരറിയാതെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുമോ? എന്തായാലും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം പോയി എന്നുള്ള ഉറപ്പാണല്ലോ. ശബരിമലയിൽ നിന്ന് സ്വർണ്ണം പോയി, എത്ര പോയി, അത് ഏത് രീതിയിലാണ് വിൽപ്പന നടത്തിയത്? വെറുതെ ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ അല്ലെങ്കിൽ 4 കിലോ സ്വർണം അത് മാത്രമാണോ കൊള്ളയടിച്ചത്? അതല്ലെങ്കിൽ ഇതിന്റെ ഈ പാളികൾ മുഴുവനായിട്ട് ഇതിന്റെ ഒരു ഈ ദൈവീക മൂല്യം ആ രീതിയിൽ ഇത് വിദേശത്തേക്ക് ആ രീതിയിലുള്ള വൻ കൊള്ളയാണോ നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേസന്വേഷണം ഒന്നുകൂടി ഊർജിതപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയ്ക്ക് ഈ പ്രശാന്ത് പറയുന്നുണ്ട് ഞാൻ നിരപരാധിയാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രശാന്തിന് അങ്ങനെ പറയാം. പ്രശാന്ത് പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടാണ് മൂപ്പര് CPM വരുന്നത്. അതോടുകൂടിയാണ് CPMകാർ പ്രശാന്തിന് വേണ്ടിയിട്ട് ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കൊടുക്കുന്നത്. പ്രശാന്തിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയിലെ മൊട്ട അരുൺ ഉണ്ടല്ലോ, പ്രശാന്തിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണമായിരുന്നു. കോടതിയിൽ അഭിഭാഷകർ ഇങ്ങനെ വാദിക്കുന്നത് പോലെ മൊട്ട അരുൺ ഇങ്ങനെ വാദിക്കുകയാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞത് അയ്യപ്പന്റെ മറ്റൊരു അവതാരാണ്, ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് ഇതിൽ വളരെ പ്രകടമായ ഒരു എന്താ പറയാ ഈ പ്രശാന്ത് ചെയ്ത ഏറ്റവും വലിയ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ ഈ ഉരുപ്പടികൾ ഉണ്ടല്ലോ. അതായത് ഈ സ്വർണം പതിപ്പിച്ച കട്ടിളപ്പാളിയാവട്ടെ, വാതിൽപ്പാളിയാവട്ടെ, ദ്വാരപാലക ശില്പങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഈ രുദ്രാക്ഷമാലയാവട്ടെ, യോഗദണ്ഡ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ ഒരിക്കലും ഈ ഒരു ശ്രീകോവിലിന്റെ പ്രമിസിസിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, അറ്റകുറ്റിപ്പണി നടത്തണമെന്നാണ് ദേവസ്വം ചട്ടങ്ങൾ പറയുന്നത്. ദേവസ്വം ചട്ടങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ദേവസ്വം ചട്ടങ്ങൾ അറിയാത്ത ആളല്ലല്ലോ പ്രശാന്ത്. അങ്ങനെയാണെങ്കിൽ ഇയാളൊരു മൊണ്ണയാണെന്ന് വിചാരിക്കാം. എന്നാൽ ഇയാൾ മൊണ്ണയല്ല. ഇയാളെ നമുക്ക് ഏറ്റവും പരിചിതപ്പെടാണെന്നറിയോ, ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ചു വേദിയിൽ ശരണമയ്യപ്പ എന്ന് മൂപ്പര് ഇൻകിലാബ് വിളിച്ച് പിണറായി വിജയനോടുള്ള വിധേയത്വം തെളിയിച്ച ആളാണ് പ്രശാന്ത് എന്ന് പറയുന്നത്. ആനക്കള്ളനാണ്. കാരണം ആനക്കള്ളനാണെന്ന് ഞാൻ പറയാൻ കാരണം ഇത് നമുക്കൊക്കെ ബോധ്യല്ലേ. കാരണം ഒന്ന്, ചട്ടങ്ങളിൽ പറയുന്നു ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, പക്ഷെ പ്രശാന്ത് കൊണ്ടുപോയി. അതൊന്നും തന്നെ തെളിഞ്ഞില്ലേ ഇയാളുടെ കള്ളത്തരം. മറ്റൊന്ന്, ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പ്രത്യേക ഉത്തരവുണ്ട്. ഇങ്ങനെ വല്ല മരാമത്ത് പണികൾ നടത്തുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ മുൻകൂർ സമ്മതം വേണം. ഇതിന് ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച ഒരു ഹൈക്കോടതി ജഡ്ജി അങ്ങനെയുള്ള ഒരു ദേവസ്വം കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണറും അവിടെയുണ്ട്. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ ഹൈക്കോടതിയുടെ കണ്ണുവെട്ടിച്ച് എന്നിട്ടാണ് പ്രശാന്ത് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും ഈ കട്ടിൽപ്പാളിയും വാതിൽപ്പാളിയും ഒക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്.
ഈ പോറ്റി 2019 ഈ പറയുന്ന ഈ സ്വർണ്ണത്തകിട് മാറ്റി സ്വർണം പൂശിയ വകയിൽ പോറ്റി മഹാകള്ളനാണ് എന്നുള്ളത് ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും അറിയാം. പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോർഡിന്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാം ഇയാൾ മഹാകള്ളനാണ്. ഇയാൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പൊ പറയുന്നത് ഇയാളെ കയ്യിലല്ല കൊടുത്തു വിട്ടത്, അവിടെ ചെന്നിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നിട്ട് പോറ്റിയെ വിളിച്ചു വരുത്തിയാ പറയുന്നത്. പോറ്റിയാണ് ഇതിനൊക്കെ ഉള്ള എന്താ പറയുക ഒരു അരങ്ങൊരുക്കിയത് പോറ്റിയാണ്. 2023 പ്രശാന്ത് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത്. ഇപ്പൊ മൊട്ടാരും കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2023 പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറുന്നത്. 2023 മുന്നേ തന്നെ ഈ സ്ഥാനമേൽക്കുന്നതിന് 5-6 മാസം മുമ്പ് തന്നെ ഈ തന്ത്രി പറഞ്ഞിരുന്നു ഇതിനെന്തോ ചില അറ്റകുറ്റപ്പണികളൊക്കെ വേണം, പോറ്റി അതിന് മുമ്പ് തന്നെ രംഗപ്രവേശം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനുള്ള തട്ടിപ്പിന്റെ ഒരു അരങ്ങൊരുക്കം അതിനു മുമ്പേ നടന്നിരുന്നു. പിന്നെ എങ്ങനെയാണ് പ്രശാന്ത് പ്രതിയാകുക എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. എന്റെ അരുൺകുമാറെ, 2023 മുതൽ ഇയാളാണല്ലോ. 2023 മുതൽ പ്രശാന്ത് ആണല്ലോ. പ്രശാന്തിന്റെ ഒരു 5-6 മാസം മുമ്പേ ഇതിനുള്ള അരങ്ങൊരുങ്ങിയെന്ന് വിചാരിക്കുക. എന്താ പ്രശാന്തിന് ഇതൊന്നും മനസ്സിലായില്ല? പ്രശാന്തിന് ഇത് തടയായിരുന്നില്ലേ? പ്രശാന്ത് ഈ ഒരു ചെറിയ ഉദ്യോഗസ്ഥനല്ലല്ലോ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അല്ലേ? ഈ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിക്ക് അവിടെ കോപ്പ് കൂട്ടുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഇയാൾ തടയിടേണ്ടതല്ലേ? ഇയാൾ ഇതിൽ പങ്കാളിയാവുക ചെയ്യുക. അതല്ലേ സംഭവിച്ചത്. അതിലയാൾ പങ്കാളിയായി. ഇയാൾ മൊട്ടാരുൺ പറഞ്ഞത് 2023 മുന്നേ ഇതിനുള്ള ഒരുക്കം തുടങ്ങി എന്നുള്ളത് ശരിയായിരിക്കാം. 2023 മുന്നേ തന്നെ ഒരുക്കം തുടങ്ങി. 2023 പ്രശാന്ത് വന്നു, പ്രശാന്തും ഇതിന്റെ ഭാഗമായി. അപ്പൊ എങ്ങനെയാ പ്രശാന്തിനെ കുറ്റവിമുക്തനാക്കുക? എന്നിട്ട് ആരോടും പറയാതെ, ഈ ഹൈക്കോടതി അറിയിക്കാതെ, സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ ഇത് വളരെ ഒളിച്ചു കടത്തി എങ്ങോട്ട് കൊണ്ടുപോവാണ്? നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്, ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ദേവസ്വം കമ്മീഷണർ ഇത് അറിയുന്നത്, ഹൈക്കോടതി അറിയിച്ചു. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ അന്വേഷിച്ചപ്പം ഇത് സ്വർണം പൂശന്റെ ഭാഗമായി നിലവിലുള്ള സ്വർണം മുഴുവൻ ഒരുക്കി കളഞ്ഞത്രേ. ആ സ്ഥിതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ? അപ്പൊ ഹൈക്കോടതി പറഞ്ഞു എന്നാ ശരി, അതൊക്കെ പൂശിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പൂശിയിട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ കൈരളി ടി വിക്കാരൻ പണ്ട് പറഞ്ഞ പോലെ ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ ആരും പറയുന്നത്, മൊട്ടാരുണം പറയുന്നത് സ്വർണം കൂടി, 5-6 ഗ്രാം സ്വർണം കൂടി അത്രേ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തെക്കാൾ 5-6 ഗ്രാം സ്വർണം കൂടിയിട്ടുണ്ട്. ഇവിടെ പണ്ട് കൈരളിക്കാരൻ അങ്ങനെയല്ലേ എന്നെ പറഞ്ഞത്? അതായത് 2019 ഈ വൻ സ്വർണ്ണക്കൊള്ള നടത്തിയപ്പം കൈരളി ടി വിക്കാരൻ ഉളുപ്പില്ലാതെ പറഞ്ഞതാണ്, എവിടെ സ്വർണം പോയി? സ്വർണം കൂടിയിട്ടേയുള്ളൂ എന്ന് പറഞ്ഞത് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതേപോലെ മൊട്ട ഇന്നലെ ആവർത്തിച്ചു, സ്വർണം കൂടിയിട്ടേയുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശാന്തിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ CPM-ലെ കള്ളന്മാരെ മുഴുവൻ രക്ഷിക്കണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരം കൊള്ളക്കാരുടെ അല്ലെ, അത് പിടിയിലാകാൻ പോകുന്നു. മുട്ടിൽ മരമുറി വീണ്ടും സജീവമാകുകയാണ്. അത് കേസ് വീണ്ടും പൊന്തി വന്നാൽ ഇത് ഇത്രയും കാലം പിണറായി വിജയന് മണിയടിച്ച് ഈ ആന്റോ അഗസ്റ്റിനും കൂട്ടരും ഇതിനെങ്ങനെ എന്താ പറയാ പൂഴ്ത്തി വെക്കുകയായിരുന്നു. ഇപ്പതാ ആ കേസ് വീണ്ടും പൊന്തുകയാണ്. മിക്കവാറും ജീവപര്യന്തം തടവിലേക്ക് ഈ പറയുന്ന മുതലാളി കോട്ടിട്ടും കണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ചർച്ചിക്കുന്നുണ്ടല്ലോ ഒരു കോട്ടിട്ട മുതലാളി, അയാളൊക്കെ അകത്താകാൻ പോവുകയാണ്. അയാളകത്തായി കഴിഞ്ഞാൽ അയാളെ വെള്ള പൂശുന്ന അരുണ്ട കാര്യവും ബാക്കിയുള്ള കുറെ അസ്മാദികൾ ഉണ്ടല്ലോ അവിടെ, സുനിലും പിന്നെ എന്താ പറയാ സ്മൃതിയും പിന്നെ മാധുവും ഒക്കെ. അവരുടെ കാര്യം എന്താണെന്നുള്ളത് അത് വേറെ കാര്യം. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ഏതായാലും ആ വാർത്ത മാതൃഭൂമി ഏതായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ആ കാര്യം കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് മറ്റു വാർത്തകൾ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ തുടങ്ങിയ വാർത്തയൊക്കെ മാതൃഭൂമിയുടെ നമ്പയിലുള്ളത്. നമുക്ക് മനോരമ നോക്കാം. മനോരമ കണ്ടില്ലേ, പ്രശാന്തിനും പങ്ക് ശബരിമല SIT റിപ്പോർട്ട് ഹൈക്കോടതിയിൽ, പ്രശാന്തിനും പങ്ക്. 2025 സ്വർണം പൂശൽ 2019 കവർച്ച മറച്ചുവെക്കാൻ 7 പേരുടെ പങ്ക് തെളിഞ്ഞു, 9 പേരുടെ പങ്ക് അന്വേഷിക്കുന്നു. ജൂലൈ 20 വരെ സമയം. ജൂലൈ 20 ഈ എന്താ പറയാ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതാണ് മലയാള മനോരമ അങ്ങനെയാണ് ആ വാർത്ത കൊടുത്തത്. കേരള കൗമുദി ആ വാർത്ത കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയുക. കേരള കൗമുദി ആ വാർത്ത കൊടുത്തത് ശബരിമല ദ്വാരപാലക ശില്പം കടത്തൽ, പ്രശാന്തും രാജീവരും അടക്കം 7 പ്രതികൾ. നേരത്തെ തന്നെ ഒരു പ്രതികൾ എന്നാണ് പറഞ്ഞത്, പ്രതികളാകാൻ വേണ്ടി പോവുകയാണ്. പ്രതികളാകാൻ വേണ്ടി പോവുകയാണ്, കുറ്റപത്രം വന്നിട്ടില്ല. അപ്പോൾ പ്രശാന്തും രാജീവരും അടക്കം 7 പ്രതികൾ 2019 സ്വർണ്ണമോഷണം മറയ്ക്കാൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണ്? SIT റിപ്പോർട്ടിൽ നിന്ന് ഒരു 2-3 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് 2019 തട്ടിപ്പ് മറയ്ക്കാനാണ് ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ എന്ന വ്യാജേന ചെന്നൈക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടത്. PS പ്രശാന്ത് ചുമതലയേറ്റയുടൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാക്കി ഈ പ്രശാന്തിനെയും. ദേവസ്വം മാനുവലും ഹൈക്കോടതി ഉത്തരവും ലംഘിച്ചാണ് 2025 ശില്പങ്ങൾ ചെന്നൈക്ക് കൊണ്ടുപോകാൻ ബോർഡ് തീരുമാനമെടുത്തതുപോലെ
പോരെ? യഥാർത്ഥത്തിൽ വാസവൻ നിർബന്ധമായും വാസവനും ഇതിൽ പ്രതിയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ അങ്ങനെ കുറ്റപത്രം ജൂലൈ 20 പ്രശാന്തിന്റെ ബോർഡിൽ ഗുരുതര ക്രമക്കേട് എന്ന് പറയുന്ന 5-ാം പേജിൽ ഒരു വാർത്തയുണ്ട് എന്നുള്ളതിന്റെ അറിയിപ്പുണ്ട്. ഇനി നമുക്ക് ദേശാഭിമാനി കൂടി നോക്കാം. ദേശാഭിമാനിയിൽ ഒറ്റ നോട്ടത്തിൽ ആ സംഭവം കാണൂലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം കാണൂല. പക്ഷെ ഇവിടെ എങ്ങനെയുണ്ട്? ശബരിമല സ്വർണ്ണമോഷണം 7 പേരെ പ്രതികളാക്കി SIT റിപ്പോർട്ട്. പ്രശാന്തും ഇല്ല, മുൻ ഭരണസമിതിയും ഇല്ല, ഒന്നുമില്ല. 7 പേരെ പ്രതികളാക്കി SIT റിപ്പോർട്ട്. അതിൽ ഇങ്ങനെയാണ്: ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 7 പേരെ പ്രതി ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. അവിടെയും പ്രശാന്ത് വന്നിട്ടില്ലേ? 2019 സ്വർണ്ണമോഷണം മറയ്ക്കാനാണ് 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2ാമത്തെ പാരഗ്രാഫിലും ഇല്ലേ? പിന്നെ പറയുന്നു, സംഭവത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അധിക കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്യാൻ ജസ്റ്റിസുമാരായ ജി രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. അതിലും പ്രശാന്തിന്റെ പേരില്ലേ? ജാംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, VSSC എന്നിവിടങ്ങളിൽ സ്വർണ്ണപ്പാളി പരിശോധിച്ചതിന്റെ ഫലം കാത്തിരിക്കുകയാണ് എന്നും SP S ശശിധരൻ കോടതിയെ അറിയിച്ചു. അവിടെയും പ്രശാന്തിന്റെ പേര് വന്നിട്ടില്ലേ? പിന്നെ തന്ത്രി കണ്ഠര രാജീവര്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പിന്നെയാണ് പ്രതികളുടെ പേര് പറയുന്നത്. ആ പ്രതികളുടെ പേരിൽ പോലും PS പ്രശാന്തിന്റെ മേലെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആരെ? തന്ത്രിയെ. എങ്ങനെയുണ്ട് ദേശാഭിമാനിയുടെ ദുഷ്ടലാക്ക്? ആദ്യം തന്ത്രിക്ക് കഴിഞ്ഞിട്ടേ ഈ പ്രശാന്ത് വരുന്നുള്ളൂ എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഇതാണ് ദേശാഭിമാനിയുടെ കഥ. ബാക്കി വാർത്തകളെ സംബന്ധിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ വലിയ ബേജാറാകുന്നത് നമ്മുടെ അയോധ്യയിലെ സ്വർണ്ണ കൊള്ളയും വെള്ളിക്കൊള്ളയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊർജിതമായി അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത്. മൂപ്പരിവിടുത്തെ അന്വേഷണം മുഴുവനും ചവിട്ടിക്കൂട്ടിയതാണ്. ഇവിടുത്തെ അന്വേഷണം മുഴുവനും ചവിട്ടിക്കൂട്ടി. എന്നിട്ട് ഇപ്പം പറയുന്നത് അവിടെ അന്വേഷണമൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഊതിപ്പെരിപ്പിച്ച വാർത്തകളാണ് മലയാള പത്രങ്ങളിലൊക്കെ വരുന്നത്. അവിടുത്തെ ഈ വെള്ളി മോഷണമൊക്കെ അതൊക്കെ കെട്ടിച്ചമച്ച കഥയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ അറസ്റ്റിലായ ആൾക്കാരുടെ സ്വത്തുകളൊക്കെ കണ്ടുകെട്ടുന്നു, ഈ കൊള്ള മുതലൊക്കെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഒന്നുമില്ല. പക്ഷെ പിണറായിക്ക് അവിടെയാണ്. എവിടെ? UP-യിൽ യോഗി രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം, എല്ലാവരും രാജിവെക്കണം. എന്നിട്ട് പിണറായി വിജയനെ പ്രധാനമന്ത്രിയാക്കിയാൽ ഭയങ്കര ഹാപ്പിയായി. എന്താ ചെയ്യല്ലേ? ഒരു വിമാനത്തിൽ കയറാൻ കൂടി പറ്റാതെ പോയ പിണറായി വിജയനെ കുറിച്ച് ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ ഈ പിണറായിനെ കുറ്റം പറയുന്നത് എങ്ങനെ കുറ്റം പറയാതിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കുപ്പിയിൽ ചെളിവെള്ളം, ഈ റോഡ് സൈഡിൽ നിന്നെടുത്ത ചെളിവെള്ളം കുപ്പിയിലാക്കി കണ്ട് വന്നൊരു പിണറായി എന്ന് പറയുന്ന ഒരു ഹാസ്യ കഥാപാത്രം സിനിമയിൽ പോലും ഉണ്ടാവില്ല കേട്ടോ. സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു ഹാസ്യ കഥാപാത്രം ഉണ്ടാവില്ല. അതായത് ഈ എന്താ പറയുക, ജലബീരങ്കിയിൽ നിന്ന് അടിച്ച വെള്ളം ഈ മാലിന്യം കലർന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പൊട്ട സഖാവ് ഈ റോഡ് സൈഡിൽ നിന്ന് ചെളിവെള്ളം കുപ്പിയിലാക്കി കൊടുത്തിട്ട് ഉളുപ്പും മാനില്ലാതെ ആ ചെളിവെള്ളം കൊണ്ടും കണ്ട് കയറി വന്ന് കണ്ട്, ഇതാ സാർ ചെളിവെള്ളം, ഇതാണ് ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ സഖാക്കളുടെ മേലേക്ക് ചീറ്റിപ്പിച്ചത് എന്ന് പറയുന്ന പിണറായിയെ എന്താ വിശേഷിപ്പിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് ഇൻഡിഗോ വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് 2:50 വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഡൽഹി വിമാനത്താവളത്തിൽ 2 മണിക്ക് എത്തിയിട്ട് ലോഞ്ചിൽ കിടന്നുറങ്ങിപ്പോയ പിണറായി വിജയൻ അവസാനം 5 മണിക്കൂർ തേരാപ്പാര കോഴി വസന്ത പിടിച്ച കോഴിയെ പോലെ ആ എന്താ പറയുക നമ്മുടെ ഈ എയർപോർട്ടിനുള്ളിൽ നടന്ന അവസാനത എന്താ പറയുക പ്രോട്ടോകോൾ ഓഫീസർക്ക് സസ്പെൻഷൻ. പിണറായി വിജയൻ അത്യാവശ്യം ഒരു മാന്യനാണ് ചെയ്യേണ്ടത്. ആ സസ്പെൻഷൻ പിൻവലിക്കപ്പെട. നിങ്ങളെ തകരാറിന് എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ പോയി കയറുക എന്നുള്ളത് യാത്രക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. ആ വിമാനത്തിൽ ബാക്കി എല്ലാവരും കയറിപ്പോയല്ലോ. ആ വിമാനത്തിൽ ബാക്കി എല്ലാ യാത്രക്കാരും കയറിപ്പോയി. ഈ VIP പരിഗണനയുള്ള പിണറായി വിജയനെ മാത്രം കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ വിമാനത്താവളത്തിലുള്ള ആൾക്കാരും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും കേട്ടോ. ശരി, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.